കോഴിക്കോട് കൈക്കൂലി വാങ്ങുന്നതിനിടെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വിജിലൻസിന്റെ പിടിയിലായിരിക്കുകയാണ്. ഫറൂഖ് സബ് ആർ ടി ഓഫീസിലെ MVI അബ്ദുൽ ജലീലാണ് അറസ്റ്റിലായത്. ഞങ്ങൾ ഇതിനുള്ളിൽ കയറുന്നതിന് മുമ്പായിട്ട് ഇദ്ദേഹം സംശയം തോന്നി വാങ്ങിയ കാശ് അടുക്കള ഭാഗത്തുള്ള ഒരു ചാക്കിനുള്ളിൽ ഒളിപ്പിച്ചു. അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ കാശ് കണ്ടെടുത്തിട്ടുള്ളത്. ഇദ്ദേഹം പല സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. ചില സമയത്ത് ഏജൻസ് മുഖാന്തരം വീട്ടിൽ വെച്ച് വാങ്ങിക്കും, ചിലപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കും. ഒരുപാട് പരാതികളുണ്ട്. ഇദ്ദേഹത്തെ സസ്പെക്റ്റ് ആയിട്ട് ഞങ്ങൾ ഒരു ഹിസ്റ്ററി ഷീറ്റ് ആരംഭിച്ചിട്ടുണ്ട് വിജിലൻസിൽ നേരത്തെ. KV രാഹുൽ ഉണ്ട് വിവരങ്ങളുമായി. രാഹുൽ, എങ്ങനെയാണ് ഇയാൾ പിടിയിലാകുന്നത്? ഈ കൈക്കൂലി വാങ്ങുന്ന സ്ഥിരം പരിപാടിയാണോ ഇയാളുടെ? അക്ഷയ, കൈക്കൂലി എന്ന പ്രതിഭാസത്തിന് അറുതിയില്ല എന്നത് ലജ്ജാകരമായ സംഭവം തന്നെയാണ്. ഇപ്പോൾ 10,000 രൂപയുമായാണ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായ അബ്ദുൽ ജലീലിനെ വിജിലൻസ് കൈയോടെ പിടികൂടിയിട്ടുള്ളത്. അഴിഞ്ഞിലത്തെ വീട്ടിൽ വെച്ചാണ്. ഇന്ന് അവധി ദിവസമായതുകൊണ്ട് കൈക്കൂലി തുക വീട്ടിലെത്തി നൽകണമെന്ന് ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ പരാതിക്കാരൻ പണവുമായി വീട്ടിലെത്തി നൽകിയ സമയത്ത് കൈയോടെ വിജിലൻസ് പിടികൂടുകയാണ്. ഫെറോക്കിലെ ഒരു വാഹന പുക പരിശോധന കേന്ദ്രമുണ്ട്. ഇതിൻ്റെ ലോഗിൻ ID കഴിഞ്ഞ ദിവസം അബ്ദുൽ ജലീൽ ബ്ലോക്ക് ചെയ്തു. ഇവിടെ വന്ന സമയത്ത് അതിൻ്റെ ഉടമ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന കാരണം കൊണ്ടാണ് ഈ ലോഗിൻ ID ബ്ലോക്ക് ചെയ്തത്. ID അത് വീണ്ടെടുത്ത് നൽകുന്നതിന് 10,000 രൂപ നൽകണമെന്നായിരുന്നു അബ്ദുൽ ജലീലിൻ്റെ ആവശ്യം. ഞായറാഴ്ച ആയതുകൊണ്ട് വീട്ടിലെത്തി നൽകണമെന്നും ആവശ്യപ്പെട്ടു. അങ്ങനെ രാവിലെ ഈ പരാതിക്കാരൻ പണവുമായി നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഇയാൾ നേരത്തെ തന്നെ വിജിലൻസിനെ സമീപിക്കുകയും ചെയ്തിരുന്നു. വിജിലൻസ് നിർദ്ദേശപ്രകാരം ഫിനോഫ്തലിൻ പുരട്ടിയ പണമാണ് നൽകിയത്. അങ്ങനെ ഈ പൈസ നൽകി പരാതിക്കാരൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ സമയത്ത് വിജിലൻസ് ഉദ്യോഗസ്ഥർ വീട്ടിലേക്ക് വരികയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥർ വരുന്നത് കണ്ടോ? വേഷമാറിയൊക്കെയാണ് വന്നതെങ്കിൽ തന്നെയും അബ്ദുൽ ജലീലിന് സംശയം തോന്നി. തുടർന്ന് അടുക്കള ഭാഗത്ത് ഒരു ചാക്കുണ്ടായിരുന്നു. ചാക്കിലൊക്കെ പൈസ മാറ്റുകയാണ് ഉണ്ടായത്. വിജിലൻസ് പരിശോധനയിൽ 10,000 രൂപ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അബ്ദുൽ ജലീലിനെതിരെ നേരത്തെയും നിരവധി പരാതികൾ ഉണ്ടായിരുന്നു എന്ന് വിജിലൻസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. പക്ഷേ അന്വേഷണത്തിൽ അങ്ങനെ കണ്ടെത്തുവാനൊന്നും തന്നെ കഴിഞ്ഞിട്ടില്ല. ഇടുക്കി കാഞ്ഞാർ സ്വദേശിയാണ്. ഫെറോക്ക് സബ് ആർ ടി ഓഫീസിൽ MVI വന്നിട്ട് ഏകദേശം ഒരു 2 വർഷം ആവുകയാണ്. അപ്പോൾ ഏജൻസികളിൽ നിന്നും അതുപോലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ നിന്നൊക്കെ പണം വാങ്ങുന്നു എന്ന സംബന്ധിച്ച വിവരങ്ങൾ കിട്ടിയിരുന്നു. അന്വേഷണത്തിൽ ഇതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും കൈക്കൂലിയുമായി കൈയോടെ പിടിയിലായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. അക്ഷയ്.